സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 4 വാക്യം 39. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തത ഉണ്ടായി. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വേദഭാഗത്ത് അതിൽ 39-ാം തിരുവചനമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഈ വേദഭാഗത്ത് യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഒരു പടകിൽ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടായ ചുഴലിക്കാറ്റിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് ആ സമയം പടകിൽ അമരത്ത് തലചായ്ച്ച് ഉറങ്ങുകയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ചുഴലിക്കാറ്റ് നിമിത്തം ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തി. യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തി. വലിയ ശാന്തതയുണ്ടായി എന്നാണ് വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ചുഴലിക്കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ ഉണ്ടാകാറുണ്ട്. വേദപുസ്തകം അതിന് സാക്ഷ്യം നൽകുന്നു. അനേകരുടെ ജീവിതങ്ങളിൽ കൊടുങ്കാറ്റുകൾ, ചുഴലിക്കാറ്റുകൾ കഷ്ടതകളുടെ രൂപത്തിൽ ആഞ്ഞടിച്ചിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇയ്യോബ്. മാത്രമല്ല, ദാവീദ്, അബ്രഹാം, മോശെ, ഇസ്രായേൽ ജനങ്ങൾ, ഇതെല്ലാം വേദപുസ്തകത്തിലെ ചില ഉദാഹരണങ്ങൾ മാത്രം. അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റും പേമാരിയും നമ്മുടെ പ്രതീക്ഷകളെ തച്ചുടയ്ക്കുമ്പോൾ അവിടെ ഒരു പുത്തൻ പ്രതീക്ഷയുമായി യേശു എഴുന്നേൽക്കുവാനിടയാകും. അതാണ് നാം വായിച്ചു കേട്ട വേദഭാഗത്ത് കാണുന്നത്. ശിഷ്യന്മാരുടെ ആശ നഷ്ടപ്പെട്ടിരുന്നു. അവരുടെ മുന്നിലുള്ളത് അല്പസമയത്തിനകം മുങ്ങിച്ചാകുമെന്നുള്ള പ്രതീക്ഷ മാത്രമാണ്. ആകെ അവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരു പിടിവള്ളി യേശു ആ പടകിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ യേശുവിൽ ആശ്രയിക്കുകയാണ്, യേശുവിനെ ഉണർത്തുകയാണ്. ഉടൻ തന്നെ അവിടെ പ്രശ്നപരിഹാരം ഉണ്ടാവുകയാണ്. നമ്മുടെ ജീവിതത്തിലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നാം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, ആശ നഷ്ടപ്പെടുമ്പോൾ, മുന്നോട്ടുള്ള പ്രയാണം ദുസ്സഹമായി തീരുമ്പോൾ, ശിഷ്യന്മാരെ പോലെ യേശു അരികിലുണ്ട്, അഥവാ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള ആ ദൈവസ്വരം നമുക്ക് ഓർക്കുവാനായാൽ ആ കർത്താവിനെ ആശ്രയിക്കുവാനും ആ കർത്താവിനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാനും കർത്താവ് ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് നൽകുവാനും ഇടയാകും. വീണ്ടും ജീവിതയാത്ര തുടരാൻ നമുക്ക് കഴിയും. ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ നമുക്ക് നിഗൂഢത നിറഞ്ഞതായി തോന്നാം. എന്നാൽ ക്ഷമയോടെ കാത്തിരുന്നാൽ അവിടുത്തെ സ്നേഹത്തിൻ്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ നീട്ടിയ ഭുജത്തിന് മേലാണ് നാം എന്ന ആ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. അതെ,
ദൈവത്തിൻ്റെ നീട്ടിയ ഭുജത്തിന്മേലാണ് നാം ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ചിത്രം അവൻ്റെ കരങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നാം അവൻ്റെ കരങ്ങളിലാണ്. വീഴുമ്പോഴും നാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് വീഴുന്നത്. അതുകൊണ്ട് നാം തകർന്നു പോകുകയില്ല. കർത്താവ് നമ്മെ താങ്ങിയിരിക്കുന്നു. ആമേൻ, ആമേൻ. സുഷുപ്തി പകർന്നു